നമസ്കാരം. ഇന്ന് നമുക്ക് ഒരു ഓമയ്ക്കത്തോരൻ ഉണ്ടാക്കാം. അപ്പം ഞാൻ ഇത്രയുള്ള ഒരു മുറി ഓമയ്ക്കായ എടുത്തേനെ. ഡൽഹിയിലെ നല്ല ഓമയ്ക്ക ഇവിടെ കിട്ടും. അതെ, പിന്നെ അത് ഞാൻ തന്നെ ഇത്ര ഇത് വെച്ചാൽ ചിരണ്ടി എടുത്തത്. അപ്പം നോക്കാം, അതൊന്ന് തോരൻ മകജാലം. അതിന് ഞാനിത് ചിരണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. അതിന് വലിയ സാധനങ്ങളൊക്കെ പിന്നെ വേണ്ട കരിയാപ്പല, ഇച്ചിരി അരി, 2 വറ്റൽ മുളക്, പിന്നെ ഒരു കുടം പിന്നെ വെളുത്തുള്ളി, തേങ്ങയും മഞ്ഞപ്പൊടി, ഒരു തുള്ളി മുളക് പൊടിയും കൂടിയിട്ട് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം ഇച്ചിരി കടുവിടാം. കടുവും വേണമല്ലോ, ഒരു പിടി കടുവിടാം. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചീനിച്ചട്ടി ചൂടായി കിടക്കുമായിരുന്നു. ഇനി നമുക്ക് അതിനകത്തോട്ട് ഈ 4 വറ്റൽ മുളകിടാം. പിന്നെ ഒരു 2 കണ്ട് കരിയാപ്പില. പിന്നെ വേണ്ടിയത് ഇച്ചിരി അരി. അപ്പം നമുക്കതെല്ലാം കൂടി ഇട്ടൊന്ന് വഴറ്റും. അരി ഇടുന്നത് നല്ലതാണ്, നല്ല രുചിയായിരിക്കും അരി ഇട്ടാൽ. അപ്പം നമുക്ക് അതെല്ലാം കൂടി ഇങ്ങോട്ടൊന്ന് എടുത്ത് ഞങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കും. നമുക്ക് ആ ഓമയ്ക്ക് അതിനകത്തോട്ട് എല്ലാം മണമൊക്കെ വരുന്നുണ്ട്, അരിയുടെയും വെളിച്ചെണ്ണയും കരിയാപ്പിലയും മുളകും. അപ്പം നമുക്കതിന് ഉപ്പും വേണം, ഉപ്പ് ഞാൻ പറഞ്ഞില്ല. അപ്പം നമുക്കിതൊന്ന് ഇളക്കാം. എന്നിട്ട് നമുക്ക് ഒരു 2 മിനിറ്റ് ഇച്ചിരി ഉപ്പൂടി ഇട്ടിട്ട് നമുക്കൊന്ന് തല്ലി പൊട്ടിട്ട് ഒരു ശകലം ഉപ്പ് ചെയ്യാനിട്ട് അതുകൊണ്ട് തന്നെ ഇച്ചിരി ഉപ്പ് അങ്ങോട്ട്. അപ്പം നമ്മൾ തല്ലി പൊട്ടിയൊന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് ഇട്ടാം. നമുക്കൊരു പാത്രം വെച്ചിട്ടൊന്ന് അടച്ചു. അപ്പം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നല്ല ആവിയൊക്കെ വന്നു നമ്മുടെ ഓമയ്ക്കകത്തായിരുന്നപ്പം എല്ലാം തന്നെ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടിയത് നമ്മുടെ തേങ്ങ നമ്മൾ അരച്ച് വെച്ചിട്ടില്ലേ, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും അതും കൂടെ അങ്ങോട്ട് ഇടും. നമുക്കൊരു ശകലം വെള്ളം, ഒരു ഇച്ചിരി ഈ മിക്സി ഒന്ന് ജാറൊന്ന് ഒരു തുള്ളി. നമുക്കിതൊന്ന് ഇളക്കി നോക്കാം. നമുക്കൊരു 2 മിനിറ്റ് ഇതൊന്ന് ഇരിക്കും. നമ്മുടെ ഓമയ്ക്കത്തോരൻ നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ ഓമയ്ക്കത്തോരൻ എല്ലാം റെഡിയായി. നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക, നല്ല അടിപൊളിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക.